കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപം ശാപം ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തം. കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം കുമ്പനാട് നടന്ന ശാപമുക്തി ശുശ്രൂഷയിൽ അത്ഭുത വിടുതൽ പ്രാപിച്ച ബ്രദർ ഉമ്മൻ തോമസ് എന്നോടൊപ്പം ഇന്നുണ്ട്. കൂടാതെ ഉമ്മൻ ബ്രദർ എന്ന് പറയുന്നത് നമ്മുടെ കൊട്ടാരക്കരയിൽ നമ്മുടെ ശുശ്രൂഷകൾക്ക് ഇപ്പോൾ നേതൃത്വം വഹിക്കുന്ന പ്രമോദ് ബ്രദറിൻ്റെ ഭാര്യയുടെ പിതാവാണ്. വർഷങ്ങൾക്ക് ഇന്ന് അവരതിൻ്റെ മുമ്പിൽ നിൽക്കാനൊരു കാരണമുണ്ട്. ഇതുപോലൊരു ശുശ്രൂഷയിലാണ് ഈ കുടുംബം വിടുതലായത് അല്ലേ? അന്ന് കുമ്പനാട് വെച്ച് കണ്ണ് രണ്ടും കാഴ്ചയില്ലാതാ ബ്രദർ വന്നു. 2010 ഏപ്രിൽ മാസത്തിൽ രാവിലെ പേപ്പർ നോക്കാനായിട്ട് നോക്കുമ്പോൾ എനിക്ക് കണ്ണിന് കാഴ്ച ഉള്ളതായിട്ട് കാണുന്നില്ല. എന്തോ ഒരു മങ്ങൽ പോലെ, ഒന്നും വ്യക്തമല്ല. അങ്ങനെ ആകെ വിഷമിച്ച് കരുനാഗപ്പള്ളിയിലുള്ള 2 ഹോസ്പിറ്റലിൽ ഞാൻ പോയി. അപ്പോൾ ഹാർട്ടിൻ്റെയോ ബ്രെയിനിൻ്റെയോ യാതൊരു കുഴപ്പങ്ങളും ഇല്ല എന്നവർ പറയുകയും കണ്ണിൻ്റെ ഒരു ഹോസ്പിറ്റലിൽ പോയി കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ കരുനാഗപ്പള്ളി പ്രിയങ്ക ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ ഞാൻ ചെന്നു. എല്ലാം സ്കാനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ കണ്ണിനകത്ത് ഈ റെറ്റിനോപ്പതിയുടെ അസുഖമാണ്, അത് ഡയബറ്റിക് കൂടിയതുകൊണ്ടുണ്ടാകുന്ന രോഗമാണ്. ഡയബറ്റിക് ഉണ്ടായിരുന്നു. 20-25 വർഷമായിട്ട് എനിക്ക് ഡയബറ്റിക് ഉണ്ടായിരുന്നു. അന്ന് നിങ്ങൾ ഒന്നിച്ചാണോ താമസിക്കുന്നത് പ്രമോദ് ബ്രദർ? അല്ല, അന്ന് ഞങ്ങൾ ന്യൂസിലൻഡിലായിരുന്നു. ഞങ്ങൾ ന്യൂസിലൻഡിൽ നാട്ടിൽ വന്ന് അവധിക്ക് വന്നിരിക്കുന്ന സമയത്താണ് ഡാഡിക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നത്. അപ്പോൾ ഞങ്ങൾ നാട്ടിലുണ്ട്. ഒരു ദിവസം രാവിലെ ഡാഡി എഴുന്നേറ്റപ്പം ഡാഡി നല്ല ആരോഗ്യവാനായിട്ടിരുന്ന, ഒരു കുഴപ്പമില്ലായിരുന്ന ആളാണ്. രാവിലെ പെട്ടെന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്ലേറ്റിൽ കൈയിടാതെ ചോറൊക്കെ വെളിയിൽ തപ്പുന്നത് ഞങ്ങളെല്ലാം കണ്ടു. അതുപോലെ ആ സമയത്ത് പെട്ടെന്ന് ഞങ്ങൾക്കൊരു അത്ഭുതം, എന്തുവാ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോഴാണ് പെട്ടെന്ന് പറയുന്നത്, എനിക്ക് കണ്ണിന് കാഴ്ചയില്ല, കാഴ്ച എൻ്റെ മങ്ങിപ്പോയെന്ന് പറയുന്നത്. അങ്ങനെയാണ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. തൊട്ടടുത്തിരിക്കുന്ന സംഗതി പോലും കാണാൻ പറ്റും. ഏത് വസ്തുക്കളായാലും 2-3 എനിക്ക് കാണുന്നത്. ഇപ്പോൾ ആഹാരം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ പ്ലേറ്റിരിക്കുന്ന ആഹാരത്തിലല്ല കൈയിട്ട് വരുന്നത്. ഡെസ്കിൽ ഡൈനിങ് ടേബിൾ വേറെ ഭാഗത്താണ് കൈയിട്ട് എടുക്കുന്നത്. ചായ കൊണ്ടുവച്ചാൽ ആ ചായയല്ല തുടർന്ന് വേറെ ഗ്ലാസ് ഇരിക്കുന്നതായിട്ട് തോന്നുക. അവിടെ ചെല്ലും തട്ടും ഗ്ലാസ് താഴെ വീഴും. അങ്ങനെ ആഹാരം ഒന്നും വ്യക്തമല്ലാത്തൊരു രീതിയിൽ എനിക്ക് ഏത് വസ്തു ഒന്നിൽ കൂടുതലായിട്ട് എനിക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഒന്നും വ്യക്തമല്ല. കണ്ണുകൊണ്ട് ഒന്നും ചെയ്യാൻ വയ്യ, വാഹനം ഓടിക്കാൻ ഒന്നും പറ്റാത്തൊരവസ്ഥയിലായി. അങ്ങനെ അവിടെ കൊണ്ടുപോയാണ് പിന്നെ ജയശ്രീ ഡോക്ടറാണ്, പ്രിയങ്ക ഹോസ്പിറ്റലിലെ ജയശ്രീ ഡോക്ടറാണ് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ കണ്ണിന് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞ രോഗം ബാധിച്ചു കഴിഞ്ഞു, നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു, ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു രക്ഷയില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ ബുദ്ധിമുട്ടാണ്, ഒന്നീ എറണാകുളത്ത് അമൃതയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരം ചൈതന്യയിലോ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചൈതന്യ ഹോസ്പിറ്റലിൽ പോയി. അവിടുത്തെ ഡോക്ടർ മനോജ് ഡോക്ടറുമായിട്ട് കോൺടാക്ട് ചെയ്തു. അദ്ദേഹം സ്കാനും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഈ കണ്ണിന് ഷുഗർ കാരണമുള്ള ഡയബറ്റിക് റെറ്റിനോപ്പതിയാണ്, അത് വന്നു കഴിഞ്ഞാൽ കാഴ്ച കിട്ടാൻ വളരെ പാടാണ്, കിട്ടാൻ സാധ്യത ഇല്ല, എവിടെ കൊണ്ടുപോയാലും നിങ്ങൾക്ക് കണ്ണിന് കാഴ്ച വിളിക്കുക. കാരണം കാഴ്ച ജോലിയുണ്ട് ഇവിടെയല്ലേ, ടൈറ്റാനിയത്തിൽ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഹോസ്പിറ്റൽ കമ്പനിയിലെ ഡോക്ടറുടെ ലെറ്റർ പ്രകാരമാണ് ഞാൻ അവിടെയും പോകുന്നത്. കാരണം ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് ഇളവുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് ആ ഡോക്ടറെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, കണ്ണിന് കാഴ്ച നിങ്ങൾക്ക് പോയി, നിങ്ങൾക്കിനി കാഴ്ച ലഭിക്കുകയില്ല. കാരണം ഈ വെയിൻ ദ്രവിച്ചു പോയതാണ്. കാരണം ഡയബറ്റിക് കണ്ടന്റ് കയറി വെയിനകത്ത് നീര് വന്നിട്ട് ദ്രവിച്ചു പോയി. കണ്ണിലോട്ട് റെറ്റിനയിലോട്ട് ബ്ലഡ് വരുന്നില്ല. അതാണ് നിങ്ങളുടെ രോഗം. അത് വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കാഴ്ച നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞങ്ങൾ അനിയനെന്ന് അമേരിക്കയിലുണ്ട്, അപ്പോൾ അമേരിക്കയിൽ എവിടെയെങ്കിലും കൊണ്ട് ഇപ്പോൾ എല്ലാവരും ഇവിടുത്തെ ഇന്ത്യക്കാർ രോഗം വരുമ്പോൾ അമേരിക്കയിൽ പോയി ചികിത്സിക്കാറുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് എൻ്റെ വൈഫ് ചോദിച്ച്, ഞങ്ങൾ അമേരിക്കയിൽ അങ്ങനെ പോയ ചികിത്സിക്കാന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്ത് പോയാലും നിങ്ങൾക്ക് കണ്ണ് സൗഖ്യം കിട്ടത്തില്ല എന്ന് പറഞ്ഞു, കാഴ്ച ലഭിക്കത്തില്ലെന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും മനോജ് ഡോക്ടറുടെ മുറിയിൽ നിന്ന് ഇറങ്ങി. ഇപ്പോഴും മനോജ് ഡോക്ടർ ഉണ്ട്. മനോജ് ഡോക്ടറുടെ മുറിയിൽ ഞങ്ങൾ വളരെ വിഷമിച്ച് എൻ്റെ വൈഫ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കമ്പനിയിൽ എനിക്ക് വാഹനം കാർ ഓടിക്കാനോ ബൈക്ക് ഓടിക്കാനോ പറ്റാത്ത കണ്ടീഷൻ വന്ന് അങ്ങനെ ഞാൻ കമ്പനിയിൽ രാജിവെക്കാനായിട്ട് ഞങ്ങളുടെ DGMൻ്റെ ഒപ്പിൽ ചെന്നപ്പോൾ അദ്ദേഹം എന്നോടുള്ള വ്യക്തി സ്നേഹവും ആ സ്നേഹം കാരണം അദ്ദേഹം പറഞ്ഞു, ഉമ്മച്ചൻ വെറുതെ എങ്ങനെയെങ്കിലും ഇവിടെ വന്നാൽ മതി, ഉമ്മൻ ജോലി ഒന്നും ചെയ്യേണ്ട, ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യം ചെയ്യട്ടെ, ഓഫീസിൽ എവിടെയെങ്കിലും ഇരുന്നാൽ മതി. അത്ര പ്രയാസത്തിൽ എന്നോട് വെച്ചേക്കാൻ തീരുമാനിച്ചു. രാജിവെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വലിയ മാനസിക അവസ്ഥ കിടക്കും. ഒന്ന് കടഭാരമാണ്,
കാര്യം ദിവസം നടത്തില്ല. ഇതിനു മുമ്പ് വലിയ കടഭാരത്തിൽ ഞങ്ങൾ വീടൊക്കെ വിറ്റ് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ആ മാനസിക ബുദ്ധിമുട്ട് ഡാഡി ഒരു സിഗരറ്റ് വലി ഒരു ദുസ്വഭാവം ഒന്നുമില്ല. പക്ഷേ സഹോദരങ്ങൾ ഡാഡിയുടെ ചെറുപ്പത്തിൽ തന്നെ ഫാദർ മരിച്ചുപോയി. അപ്പോൾ സഹോദരങ്ങളെല്ലാം പഠിപ്പിക്കുകയും അവരുടെ വിദ്യാഭ്യാസം എല്ലാം ചെയ്ത് ആ ചെറിയ ശമ്പളത്തിൽ ഒത്തിരി കടമായിപ്പോയി. അങ്ങനെ ഞങ്ങൾ കാണുന്നത് എന്നും കടക്കാർ വരിക, ബഹളം ഉണ്ടാക്കുക. ആ സമയത്ത് ഇതൂടെ വന്നപ്പോഴത്തേക്ക് ശരിക്കും ഡാഡി തകർന്നു പോയി. അതാണ് സംഭവിച്ചത്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ജോലി രാജിവെച്ചാൽ എന്ത് ചെയ്യണമെന്ന് മുമ്പോട്ട് അറിയത്തില്ല. അങ്ങനെ ഒത്തിരി വല്ലാത്തൊരു സ്ഥിതിയാണ്. അപ്പോൾ ഞങ്ങളിതൊന്നും ആക്ച്വലി അറിയുന്നില്ല. ഞങ്ങൾ വെളിയിലായിരുന്നു. ഇതെല്ലാം ആക്ച്വലി ഡാഡി റിക്കവർ ആയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പറയുന്നത്. ഡാഡി പലപ്പോഴും ആത്മഹത്യക്ക് വരെ ശ്രമിക്കാനുള്ള കാരണമുണ്ട്. കാരണം ഡാഡി ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുമ്പം ഇവർക്കൊരു ആക്സിഡൻറ്റ് ക്ലെയിം ഉണ്ട്. ഇവർക്ക് ജോലിയിലിരിക്കുമ്പോൾ മരിച്ചാൽ മക്കൾക്ക് ആർക്കെങ്കിലും ജോലി കിട്ടും, ലക്ഷക്കണക്കിന് രൂപ ഇൻഷുറൻസ് ഉണ്ട്. അങ്ങനെ പലപ്പോഴും ബൈക്കിൽ പോകുമ്പം ലോറിയൊക്കെ വരുന്ന നോക്കി പോയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ പിന്നെ അറിയുന്നത് അതുപോലുള്ള സംഭവങ്ങളൊക്കെ. മരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആത്മഹത്യ ചെയ്യുന്നതിനോട് വളരെ ഒരു ഷെയിമായിട്ട് ഒരു പ്രയാസം. കാരണം 2 പെൺകുഞ്ഞുങ്ങളാണ്, കുടുംബത്തിനാണ് ഒരു പ്രയാസം വരുന്നത്. വലിയ ഒരു കേരളത്തിൽ അറിയപ്പെട്ട തറവാട് കുടുംബമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളൊരു ആത്മഹത്യ ചെയ്യുന്ന പറയുന്നൊരു വിഷമമായതുകൊണ്ട് അത് ചെയ്യാനായിട്ട് മടി. എന്നാൽ രാത്രി ഞാൻ ഇങ്ങനെ കമ്പിലൊക്കെ പോകുന്ന സമയത്തൊക്കെ അന്നേരം മനസ്സുകൊണ്ട് തോന്നും ഇതുപോലെ എന്തെങ്കിലും വാഹനത്തിന് മുമ്പിലോട്ടങ്ങ്. അപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഡെത്ത് എന്ന് പറയുമ്പോൾ കമ്പനിയിലെ വലിയ ഉദ്യോഗസ്ഥന് വലിയ ഒരു തുക MSc നിന്ന് ലഭിക്കും, അടുത്ത ആശ്രിതർക്ക് ജോലി ലഭിക്കും, മറ്റുള്ളവർക്ക് നാണക്കേടില്ല. കാരണം ആക്സിഡൻറ്റ് മരണം ഇന്ന് ഒരുപാട് സംഭവിക്കും. അങ്ങനെ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അന്നേരമല്ല എൻ്റെ കർത്താവ് എന്തോ എൻ്റെ ചെവിയിൽ എനിക്കത് വേണ്ട, അതിൽ നിന്ന് മാറ്റിക്കോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണ്ട എന്നുള്ളൊരു പുറകിൽ നിന്നൊരു ശബ്ദം ഞാൻ കേൾക്കാറുണ്ട്. പക്ഷെ ആര് പറയുന്നതെന്നൊന്നും എനിക്കറിയാൻ വയ്യ. പക്ഷെ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കടഭാരവും ഈ വളരെ ഒരു പ്രയാസം. ഈ ജീവിതം വേണ്ടെന്ന് വെച്ചേക്കാന്ന് വിചാരിച്ച് കടഭാരമാണ്. അതിൻ്റെ കൂടെയാണ് ഈ കാഴ്ചയും കൂടെ പോയപ്പോഴത്തേക്ക് ആകെ തകർന്നു. ഇനി രാജ്യോടെ വെച്ച് ഉള്ളത് കിട്ടുന്ന വാങ്ങിച്ച് എന്ത് ചെയ്യും, ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ ചിന്തിച്ച് വളരെ ഭാരപ്പെട്ടിരിക്കും. എൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും വന്ന് കരഞ്ഞുകൊണ്ടാണ് പോയത്. കാരണം എനിക്ക് അവരുടെ മുമ്പിൽ അവരൊക്കെ വളരെ എന്നെ വന്ന് കണ്ടിട്ട് കണ്ണിന് വട വിട്ട് വന്ന്. അപ്പോൾ ഈ ഉണ്ടായ സൗഖ്യം എന്ന് പറഞ്ഞ ചെറിയൊരു സൗഖ്യമല്ല, അത്ഭുതമാണ്. അങ്ങനെ ഇരുന്നാണല്ലോ കുമ്പനാട് ശാവമുക്തി ശുശ്രൂഷയിലേക്ക് വരുന്നത്. അതിനെങ്ങനെ സാഹചര്യം ഉണ്ട്? അത് പത്രത്തിലാണ് കാണുന്നത്. പത്രത്തിൽ കണ്ടപ്പോൾ ഇതുപോലെ ഞാൻ സ്വർഗീയരുന്ന് 2003 പോലെ പോകുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ ഡാഡി ഇപ്പം ഇവർ എടപ്പള്ളിയിൽ വീടൊക്കെ വിറ്റിട്ട് പോയി എടപ്പള്ളി താമസ സമയത്ത് അവിടെ മീറ്റിങ്ങിന് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ അവിടെ മീറ്റിങ്ങിന് പോകണം. അവിടെ വെച്ച് കുടുംബമായിട്ട് സ്നാനപ്പെട്ടു. അങ്ങനെ ഈ ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ കുമ്പനാട്ടെ മീറ്റിങ്ങിൻ്റെ പരസ്യം കാണുന്നത്. അപ്പോൾ ഞാൻ ഡാഡിയോട് പറഞ്ഞ ഡാഡി അന്ന് എനിക്ക് തോന്നുന്നു അന്ന് രാവിലെയാണ് ഈ കണ്ണിന് അസ്വസ്ഥത ഉണ്ടായി. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഹോസ്പിറ്റലിലെല്ലാം പോയി ഒരിതും ഇല്ലാതെ വന്ന് വീട്ടിൽ ഇരിക്കുമ്പോഴാണ് ഈ ചോറൊക്കെ വീണ്ടും ഇതുപോലെ തപ്പി കഴിക്കുന്ന ഒരവസ്ഥ. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മാനസികമായിട്ട് അങ്ങനെയാണ് പേപ്പർ നോക്കുമ്പോഴാണ് കുമ്പനാട്ടെ ഈ മീറ്റിംഗ് കാണുന്നത്. അങ്ങനെ ഞാനും ഡാഡിയുടെ ബ്രദറും, അന്ന് ഡാഡിയുടെ ബ്രദർ നാട്ടിലുണ്ട്, ഡാഡിയുടെ ബ്രദറോടാണ് കുമ്പനാട് കൊണ്ടുവരുന്നത്, ശാപമുക്തി കൊണ്ടുവരുന്നത്. എനിക്ക് ഇന്നത്തെ പോലെ ഞാനിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് അന്ന് കൊണ്ടുപോയി ഒരു 6 വർഷം പുറകെ ഇന്നത്തെ പോലെ ഓർമ്മയുണ്ട്. ഞാൻ കാറേ കൊണ്ടുപോയി കാറേ നിറക്കിയിട്ട് 2 കൈയും പിടിച്ച ഞങ്ങൾ അകത്ത് കൊണ്ടിരുത്തുന്നതും. അപ്പോൾ അടി ഭയങ്കര അസ്വസ്ഥ, മുമ്പ് നടക്കുന്ന ഒന്നും കാണത്തില്ല, ഭയങ്കര ശബ്ദം മാത്രം കേൾക്കാം, തപ്പിയാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇവിടെ വേറെ മീറ്റിംഗ് തുടങ്ങി കഴിഞ്ഞു. അങ്ങനെ മീറ്റിംഗ് എല്ലാം തീർന്നു കഴിഞ്ഞാൽ തോമസ് കുട്ടി സ്റ്റേജിൽ ഇരിക്കുമ്പോഴാണ് ഇവർ ആളുകളെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ബ്രദർ പഠിച്ചിട്ട് നോക്കിയിരിക്കുമ്പോഴാണ് എന്നെ ഇവർ രണ്ടുപേരും എൻ്റെ അനിയനും എൻ്റെ മോനൂടെ കയറി കൈക്ക് പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ബ്രദർ എന്താണ് സംഭവിച്ചത്, ഇങ്ങനെ നല്ലൊരാളിനെ കൈക്ക് പിടിച്ചുകൊണ്ടിരുന്നത് എന്താണ്, ബ്രദറും ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഇതെന്താ സംഭവിച്ചതെന്ന് അറിയാനായിട്ട്. അങ്ങനെ കൊച്ചുങ്ങൾ സ്റ്റെപ്പ് കയറി എന്നെ ആ തടിയുടെ സ്റ്റെപ്പുണ്ട് അവർ സ്റ്റേജിലോട്ട് കയറുന്നത്, അതിൽ കയറി അവിടെ ബ്രദർ ചോദിച്ചു എന്താ പറ്റി ബ്രദറെന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞ് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട റെറ്റിനോപ്പതി എന്ന രോഗമാണ്. അപ്പോൾ ഡാക്ടർ കൊച്ചുങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് കാണിച്ചു, അതിന് ഡാക്ടർമാരെ കാണിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു തിരുവനന്തപുരത്തെ ചൈതന്യ ഹോസ്പിറ്റലിലെ ഡാക്ടറെ കാണിച്ചു, അവർ സ്കാൻ ചെയ്തു, എല്ലാം നോക്കിയിട്ടാണ് പറഞ്ഞത് റെറ്റിനോപ്പതിയാണ്, കാഴ്ച നഷ്ടപ്പെട്ടു പോയി, ഇനി തിരിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഒരു രോഗം വന്നാൽ കാഴ്ച തിരിച്ചു കിട്ടുന്ന പിന്നെ അല്ലാതെ അതിൽ ഭാഗ്യം നടക്കുന്നതിന് മാത്രമല്ല, അല്ല ഒരു മെഡിസിനായിട്ട് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ബ്രദർ പറഞ്ഞു. ബ്രദറെ ഇതൊരു രോഗമല്ല, ഇതൊരു ബന്ധനമാണ്, ഒരു രോഗാത്മാവാണ്. ഇത് ബ്രദർ ലാസറിനെ ഉയർപ്പിച്ചത് വിശ്വസിക്കുന്നുണ്ടോ? എന്നാൽ ബ്രദർ സൗഖ്യം കാണും, യേശുവിനെ മൊത്തം കൊണ്ടു. ഞാൻ തീർച്ചയായിട്ടും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ് വിശ്വസിച്ചു. ബ്രദർ എൻ്റെ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ച്
അപ്പോൾ എനിക്ക് ഒന്നും കാണാൻ വയ്യാത്ത പിടിച്ചോണ്ട് വന്ന സ്റ്റെപ്പ് എനിക്ക് അവിടെ വെച്ച് തന്നെ എനിക്ക് കാണാൻ പറ്റിയ അവിടെ വെച്ച് തന്നെ തന്നെ ആ പടികൾ ഇറങ്ങി വരുന്നത്, പടികൾ ഇങ്ങനെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അത് ഇറങ്ങി വന്ന് അവിടെ മുതൽ എനിക്ക് വളരെ പൂർണ്ണമായി എനിക്ക് വിടുതൽ എൻ്റെ കർത്താവ് എനിക്ക് തന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാനും പപ്പായുടെ ബ്രദറും മറന്നുപോയി ഡാഡിയെ കൊണ്ടുവരാൻ. ഞങ്ങളിങ്ങനെ ഇറങ്ങിപ്പോയിരുന്നു. ഞങ്ങൾ തിരിഞ്ഞു നോക്കി ഡാഡി തന്നെ ഇറങ്ങി വരുന്ന ആ സ്റ്റെപ്പ്. സത്യം. അപ്പോൾ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് പിടിച്ചോണ്ട് പോയതാ, ഒന്നും കാണത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് വരെ ഒരു കുഴപ്പമില്ല. അതിനകത്ത് കാർ ഓടിക്കും, ബൈക്ക് ഓടിക്കും, പേപ്പർ വായിക്കും, എല്ലാ കാര്യങ്ങളും എൻ്റെ കർത്താവ് ജോലിയിൽ എനിക്ക് കർത്താവിന് ഉന്നതമായ പ്രൊമോഷനുകളും എല്ലാ കാര്യങ്ങളും എനിക്ക് കർത്താവ്. അതിനേക്കാളും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് ഇത് ചെക്കപ്പ് ചെയ്തപ്പോൾ 90% കണ്ണിൻ്റെ കാഴ്ച പോയെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയി ചെക്ക് ചെയ്തപ്പോൾ അതേ കണ്ണിന് 93% കാഴ്ച ഉണ്ടെന്ന് പറഞ്ഞു. 90% കാഴ്ച ഇല്ലെന്ന് പറഞ്ഞാൽ റെക്കോർഡ് ഞങ്ങളുടെ ഇരിപ്പുണ്ട്. 90% കാഴ്ച ഇല്ലെന്ന് പറഞ്ഞ ആ കണ്ണിന് രണ്ട് റെക്കോർഡ്സ്, എല്ലാ റെക്കോർഡ്സും ഞങ്ങളുടെ ഇരിപ്പുണ്ട്. 93% ഇപ്പം കാഴ്ച ഉണ്ടെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേളിലൊരു കാഴ്ച കർത്താവ് ആ കണ്ണിന് കൊടുത്തു. യേശു ജീവിക്കുന്നു. ആ 2000 വർഷം മുമ്പ് കുരുടന്മാരുടെ കണ്ണുകളെ തുറന്ന കർത്താവ് ഇന്നും ജീവനോടെയാണ്. കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഞാൻ ദിവസം കിളിമാനൂർ നടന്ന TV പ്രേക്ഷക മീറ്റിങ്ങിൽ ഒരു സഹോദരിയുടെ അത്ഭുത സാക്ഷ്യം കേട്ടു. ആ സഹോദരിക്ക് 2 തവണ യൂട്രസിൽ ഓപ്പറേഷൻ ചെയ്തു, മുഴ വന്നിട്ട്. അത് കഴിഞ്ഞ് 3ാമത് പിന്നെയും മുഴ വന്നിരിക്കുകയാണ്. ആ സ്ത്രീ അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സൗഖ്യമായി ഓടി മുമ്പിൽ വന്നിട്ട് പറയുക, എൻ്റെ ശരീരത്തേക്കൊരു ചൂട് ഇറങ്ങി വന്നു, ഇപ്പോഴും ഞാൻ ആ ചൂട് അനുഭവിക്കുക, ഇപ്പം ഞാൻ നോക്കിയിട്ട് മുഴ കാണുന്നില്ല, തൊട്ടിട്ട് മുഴ കാണുന്നില്ല. എന്നിട്ട് ആ സൗകര്യം പറയാം, ബ്രദറെ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പൈസ ഇല്ലായിരുന്നു, ഇന്ന് ഈ മീറ്റിങ്ങിന് വരാൻ വണ്ടിക്കൂലി ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ ചേച്ചി, കർത്താവിൽ വിശ്വസിച്ച ചേച്ചി എന്നോട് പറഞ്ഞ് ഞങ്ങൾ കടം മേടിച്ച് 200 രൂപ കടം മേടിച്ച ഈ മീറ്റിങ്ങിന് വന്നു. വേറെ ഇതൊരു അത്ഭുത സാക്ഷ്യമാണ്. ഈ സഹോദരിക്ക് 5 വർഷം സഹോദരി കണ്ണുനീർ ഒഴുക്കി അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്കറിയാം എന്തോ വലിയ അത്ഭുതം നടന്നിട്ടുണ്ട്. ഈ സഹോദരിക്ക് 5 വർഷം മുമ്പ് യൂട്രസിലും ഓവറിയിലും ഫൈബ്രോയിഡ് വന്നു. അങ്ങനെ അതിനുവേണ്ടി 3 സർജറി ഈ മകൾക്ക് വേണ്ടി ചെയ്യേണ്ടി വന്നു. അതിനുശേഷം 2 മാസം മുമ്പ് വീണ്ടും വേദനയും ബുദ്ധിമുട്ടും വന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയും കുറച്ച് അംശം ബാക്കിയുണ്ട്, വീണ്ടും സർജറി ചെയ്യണമെന്ന്. ഇന്നലെ സഹോദരി സിസ്റ്ററിൻ്റെ വീട്ടിൽ വന്നതാണ്, ഇവിടെ അടുത്തുള്ള. അങ്ങനെയാണ് ഈ മീറ്റിങ്ങിനെ കുറിച്ച് കേൾക്കുന്നതും. അങ്ങനെ ഈ മീറ്റിങ്ങിന് വന്നു കഴിഞ്ഞാൽ ഒരു അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞിട്ടാണ് സഹോദരി കടന്നു വന്നത്. ഇവിടെ വന്നിരുന്നപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് നടുവിലും അടിവയറ്റിലും ഒരു ചൂട് അനുഭവപ്പെട്ടു. അങ്ങനെ വേദന കംപ്ലീറ്റ് ആയിട്ട് മാറി. വേദനയായിട്ട് കഷ്ടപ്പെട്ട സിസ്റ്റർ വന്ന ഇവിടെ. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം 3 ഓപ്പറേഷൻ്റെ വയറ് തുറന്ന് ചെയ്തതാണ്. ഇപ്പം ഇനി മുഴ വരത്തില്ല എന്ന് പറഞ്ഞു. 2 മാസം മുമ്പ് വീണ്ടും എനിക്ക് വയറുവേദന വന്നു. ഞാൻ SIT-ലാണ് ഓപ്പറേഷൻ ചെയ്തത്. കാരണം ഇനി എൻ്റെ വയറ് തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. 3ാമത്തെ ഓപ്പറേഷൻ എനിക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തതാണ്. കാരണം ഞാൻ കിടക്കയിൽ നിന്ന് എണീക്കില്ല എന്നൊക്കെ പറഞ്ഞു. അന്ന് ഒരുപാട് നേർച്ചയൊക്കെ ഇട്ടാണ് ഓപ്പറേഷൻ ചെയ്തു. ഇനി ഒന്നും വരത്തില്ല എന്ന് പറഞ്ഞ് എൻ്റെ ഓവറി യൂട്രസ് എല്ലാം റിമൂവ് ചെയ്തതാണ്. അപ്പോൾ ഇനി ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു 2 മാസം മുന്നേ എനിക്ക് വീണ്ടും വയറുവേദനയും നടുവേദനയും വന്നു. ഞാൻ SIT ചെന്നപ്പോൾ അവർ പറഞ്ഞു യൂട്രസ് റിമൂവ് ചെയ്തുകൊണ്ട് ഇനി ഇവിടെ ചികിത്സയില്ല, മെഡിക്കൽ കോളേജിലേക്ക് തന്നു. അവിടെ ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു ഓവറിയുടെ ഒരു അംശമുണ്ട്, വീണ്ടും സിസ്റ്റ് വന്നു എന്ന്. ഞാൻ വീണ്ടും മരുന്ന് കഴിച്ചു. മരുന്ന് ചെന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ കഴിച്ചു, എന്നിട്ട് വേദന മാറുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി ഓപ്പറേഷൻ ചെയ്യണം. ഞാൻ ചോദിച്ചു ഡോക്ടറെ ഇനി എങ്ങനെ ഓപ്പറേഷൻ ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോൾ ഇനി എൻ്റെ വയറ് തുറക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞതാണ്. ഞാൻ ചോദിച്ചു ഇനി എങ്ങനെ എന്ത് ചെയ്യും? അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് റിസ്ക്കാണ്, പക്ഷേ വേറെ മാർഗ്ഗമില്ല എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പോയില്ല, സാമ്പത്തിക പ്രശ്നം കൊണ്ടും പോയില്ല. ഒരു ആയുർവേദ മരുന്ന് കഴിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരാഴ്ചയായി. പക്ഷെ അത് തുടങ്ങിയതിന് ശേഷം എനിക്ക് ഭയങ്കര വേദന, തറയിൽ കിടക്കാൻ പറ്റില്ല, നടുവേദന, ശരീരം മൊത്തവും വേദന. ഇപ്പോൾ ചേച്ചിയുടെ അടുത്ത് ഇന്നലെ ഞാൻ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ട്, ഞാൻ പോകുന്നുണ്ട്, നീ ഒന്ന് വാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭർത്താവ് ഇടുവോ അറിയത്തില്ല, ചോദിച്ചു നോക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ചേച്ചി പറഞ്ഞു നിൻ്റെ അസുഖം മാറാനല്ലേ, നീ ഒരു കാര്യം ചെയ്യും പോയി നോക്കെന്ന് പറഞ്ഞു.
ശരിക്കും ഇവിടെ വരുമ്പോഴും ഒരുപാട് മനസ്സ് വിഷമിച്ചാണ് ഞാൻ വരുന്നത്. അതും ഞാൻ ആറ്റിങ്ങലെത്തിയപ്പോൾ ചേച്ചി പറഞ്ഞു, എടി ഞാൻ വരുന്നില്ല, എനിക്ക് വണ്ടിക്കൂലിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ 200 രൂപയുണ്ട്, നമുക്ക് 2 പേർക്ക് പോയിട്ട് വരാൻ പറ്റത്തില്ലേ എന്ന് പറഞ്ഞു. അല്ല, അവൾ വന്നില്ലെങ്കിൽ എനിക്ക് സ്ഥലം അറിയത്തില്ല, തിരിച്ചു പോകണം. അപ്പോൾ പറഞ്ഞു, അവിടെ നിന്നോ, ഞാൻ എന്താ വരുന്ന വഴി ചേച്ചിയുടെ ഒരു കൂട്ടുകാരിയെ കണ്ട് വണ്ടിക്കൂലിയും വാങ്ങിച്ചും കൊണ്ട് ഞാനും കൂടെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവളെ എനിക്ക് ഓരോന്ന് പറഞ്ഞു തരണം, നീ മനസ്സ് ഒരു പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ എൻ്റെ ശരീരത്തൂടെ ഭയങ്കര ഒരു ചൂടടിക്കുന്ന പോലെ തോന്നി. ആ ചൂട് ഇപ്പോഴും എന്നിൽ നിന്ന് വിട്ടു മാറിയിട്ടില്ല. ഇപ്പോഴും ആ ചൂട് എൻ്റെ ശരീരത്ത് തന്നെ ഇങ്ങനെ അടിക്കുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ നോക്കി പരിശോധിച്ച് നോക്കുന്നത്, ഞാൻ ഇവിടെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് ആ വേദന ഇല്ല. കാരണം എനിക്ക് അത്രയേറെ ഞാൻ പലപ്പോഴും വിചാരിക്കുക ആത്മഹത്യ ചെയ്താലോ എന്ന്. കാരണം എന്നും രോഗിയായിട്ട് ഇങ്ങനെ നടക്കുന്ന എനിക്ക് വയ്യ, മടുത്തു. കർത്താവായ യേശു പറയുന്നു, നിന്നെ ആട്ടിമൂട്ടി ഞാൻ സൗഖ്യമാക്കിയിരിക്കുക. എനിക്ക് മാത്രമല്ല, അന്ന് ഞങ്ങളവിടെ നിന്ന് ശുശ്രൂഷകരെല്ലാവരും ഞങ്ങളുടെ ഹൃദയം നുറുങ്ങിപ്പോയി. ഈ ശുശ്രൂഷ നടക്കുമ്പോൾ ഹൃദയം തുറന്ന് ഞങ്ങളെല്ലാവരും ചേർന്ന് ഹൃദയം തുറന്നൊരു കാര്യം പറയട്ടെ. ഞങ്ങളുടെ ഏക ആഗ്രഹം തകർന്നവർ വിടുതലാകണം, യേശുവിനെ കണ്ടുമുട്ടണം. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഇങ്ങനെ രോഗസൗഖ്യവും വിടുതലും ഒക്കെ കിട്ടിയിട്ട് എന്നാ കാര്യം, നിത്യജീവനല്ലേ വലുത്. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ ശുശ്രൂഷിച്ചപ്പോഴും രോഗികളെ സൗഖ്യമാക്കി, യേശു ശുശ്രൂഷിച്ചപ്പോഴും രോഗികളെ സൗഖ്യമാക്കി. നമ്മളിങ്ങനെ വായിക്കുന്നു, ഐനയാസ് എന്ന ഒരു വ്യക്തി സൗഖ്യമായപ്പോൾ ലുദ്ദയിലും ശാരോരിലും പാർക്കുന്ന മുഴുവൻ പേരും ഐനയാസിൻ്റെ സൗഖ്യം കണ്ടപ്പോൾ ഒരു യേശു ജീവനോടെ ഉണ്ടെന്ന് വിശ്വസിച്ചു. അങ്ങനെ അവർ രക്ഷിക്കപ്പെട്ടു. ചിലവർ രക്ഷയല്ലേ പറയേണ്ടത്, വീണ്ടും ജന്മമല്ലേ പറയേണ്ടത്. പക്ഷേ ഇതുപോലൊരു അത്ഭുതം സംഭവിച്ചപ്പോൾ ഇന്ന് ഈ ബ്രദറിനെ കണ്ട് കരുനാഗപ്പള്ളിയിലും മാത്രമല്ല വിവിധ സ്ഥലങ്ങളിലും ഇവരുടെ ജീവിതത്തിനുണ്ടായ അത്ഭുതം, ജപ്തി നടന്നു പോയ വീട്ടിൽ അതേ സ്ഥാനത്ത് ഭൗതികമായിട്ടും ദൈവം വരെ മാനിച്ചു. അത് ഇത് കഴിഞ്ഞ ഉള്ള അത്ഭുതമായിരുന്നു. കണ്ണിന് കാഴ്ച കിട്ടി. ഹോസ്പിറ്റൽ പറഞ്ഞില്ല, ഇതൊരു ശാപമാ, കർത്താവ് ഇതെല്ലാം മാറ്റും. അത് കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ ഇരുന്നെഴുന്നേക്കുന്ന പോലായിരുന്നു ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ മാറി. എന്ത് പറഞ്ഞാൽ ആ കുടുംബത്തിൽ മുഴുവൻ ഒരു കെട്ടായിരുന്നു അല്ലേ, ഉറപ്പായിട്ടും ഒരു ശാപ കെട്ട, ഒരു സമാധാനവും ഇല്ല. എത്ര രൂപ കൊണ്ടുവന്നാലും എങ്ങോട്ട് പോകുന്ന അറിയത്തില്ല. 1 രൂപയുടെ പോലും ചെലവില്ല. എനിക്ക് അനാവശ്യമായി ഒരു ചെലവ് പോലും, ഒരു സിനിമ പോലും കാണത്തില്ല. പക്ഷേ ഈ കൊണ്ടുവരുന്നതെല്ലാം എന്നാൽ സാമാന്യം ഭേദപ്പെട്ട നല്ലൊരു ശമ്പളമുള്ളൊരു ഉദ്യോഗസ്ഥന. പക്ഷേ എത്ര കൊണ്ടുവന്നാലും വീട്ടിൽ ഒരു പൈസ പോലും മിച്ചമില്ലാത്തൊരവസ്ഥയിലാണ്. ശൂന്യത. ഈ വാസ്തവത്തിൽ ശാപത്തെക്കുറിച്ച് ന്യായപ്രമാണത്തിൽ പറയുന്നുണ്ട്, നീ എത്ര കരുതിയാലും ഓട്ടസഞ്ചിയിൽ ഇട്ട പോലെ ആയിപ്പോവും. കൂലിക്കാരൻ കൂലി വാങ്ങിയിട്ട് ഓട്ടസഞ്ചിയിൽ ഇട്ട പോലെ ഒന്നും കാണത്തില്ല. അത് തന്നെയായിരുന്നു. വീടെല്ലാം വീട് വിറ്റിട്ട് രാത്രിയിലാണ് പോകുന്നത്. എൻ്റെ കുഞ്ഞിന് 2 മാസമേ ഉള്ളൂ. ഞങ്ങൾ ഇതിനു വേണ്ടി വന്നിരിക്കുക. ഞങ്ങൾ ഉണ്ടാക്കിയ പൈസ മുഴുവൻ കൊടുത്ത് എന്നിട്ടും കടം തീരുന്നില്ല. വീട് വിറ്റിട്ട് വീണ്ടും കടം കിടക്കുക. എന്നിട്ട് ഞങ്ങളുടെ പോവാൻ പൈസ രാമാനം പോവാ, അത് തന്നെ പോകുന്ന പോലെ പോകുന്നത്. കാരണം പലിശക്കാരറിഞ്ഞാൽ വീട്ടിൽ വന്ന് രാത്രി ബേളം ഉണ്ടാക്കും. ശമ്പളം ചെയ്ത് കുറേശ്ശെ കൊടുക്കാന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ അന്നേരം എനിക്ക് ഇരിക്കാൻ സ്ഥലമില്ല. അങ്ങനെ ഞാൻ ബൈക്കിലാണ് എറണാകുളം വരെ ഓടി. എന്നിട്ട് വേറെ ഡാഡി കിടന്ന ആ വലിയൊരു കട്ടില് ഞങ്ങൾ രാത്രി കൊടുത്തു ഒരാൾക്ക്. അയാളുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണ് ലോറിക്ക് കൊടുത്തത്. അവസ്ഥയിൽ കരുനാഗപ്പള്ളിയിൽ നിന്ന് ഓടിപ്പോയി, എറണാകുളത്ത് ഒളിച്ചോടിപ്പോയി. അവിടുന്ന് കർത്താവ് തിരിച്ച് അവിടെ തന്നെ 2 വർഷം ദേശത്ത് അനുഗ്രഹിച്ച് കരുനാഗപ്പള്ളിയിലെ ചർച്ചിലെ മുമ്പിൽ നിന്ന് കാര്യങ്ങളെ കൊണ്ടുപോകത്തക്കോണം അനേകരെ ഇന്ന് 100-400 ആളുകളെ ചർച്ച വരുന്നുണ്ട്, പങ്കെടുക്കുന്നുണ്ട്. എനിക്കതിലും ഇത് തോന്നിയത്, ഈ അനുഗ്രഹം എന്ന് പറയുന്ന പല വിചാരിക്കുന്ന പണമാണ്. അല്ലല്ല, എൻ്റെ ഭവനത്തിൽ ഇഷ്ടംപോലെ പണം ഉണ്ടായിരുന്നു. പണം കൊണ്ട് അനുഗ്രഹം ഉണ്ടാകത്തില്ല. ആ കർത്താവ് തരുന്ന സമാധാനം അല്ലേ, അതും കൂടെ കൂടിയാൽ അതാണ് യഥാർത്ഥ അനുഗ്രഹം. ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ച് വർത്തമാനം പറഞ്ഞിരിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുമെന്നൊക്കെ അവർ പലരോടും പറഞ്ഞായിട്ട് കുടുംബത്തിലെ സ്നേഹവും ഐക്യതയും സമാധാനവും. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെക്കുറിച്ചൊരു വാക്കുണ്ട്, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും, നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും, നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ്റെ കുടുംബം ഇങ്ങനെയായിരിക്കും. അപ്പം കർത്താവിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നിടത്ത് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, നിത്യജീവൻ്റെ ഉറപ്പുണ്ട്, എന്താ പറയുന്നത്, തമ്മിൽ സ്നേഹമുണ്ട്, ഭൗതികമായ നന്മയുണ്ട്. ഭൗതിക നന്മയുണ്ടെങ്കിൽ അത് അനുഭവിക്കാനുള്ള ഒരു യോഗം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഈ സൗഖ്യം കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
പെട്ടെന്ന് ഞങ്ങൾക്ക് സാമ്പത്തിക വഴികളൊക്കെ തുറന്നു. ഞങ്ങൾ ന്യൂസിലൻഡിൽ ബിസിനസ്സുകളൊക്കെ തുടങ്ങി. അതെല്ലാം കർത്താവ് വഴികൾ ഒരുക്കി. പെട്ടെന്ന് ആ തകർന്ന എല്ലാവരും കർത്താവിനോട് അടുത്തു. എല്ലാവരും കർത്താവിനോട് ഒത്തിരി. കേവലം കണ്ണിൻ്റെ ഒരു സൗഖ്യമല്ല, യഥാർത്ഥ രക്ഷയുടെ അനുഭവം ജീവിതത്തിലുണ്ട്. ഉറപ്പായിട്ടും എല്ലാവരും പിന്നെ സ്ഥിരമായ ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി. ശരിക്കും ആ മനസ്സിൽ പലരും ചിന്തിക്കുന്നത് എന്തിനാ സൗഖ്യം, എന്തിനാ വിടുതൽ, രക്ഷ പറഞ്ഞാൽ പോരെ. വാസ്തവത്തിൽ ആ അയനയാസനെ കണ്ട് അനേകർ രക്ഷിക്കപ്പെട്ടു. ഇന്ന് ബ്രദറിന്റെ സൗഖ്യം കണ്ടപ്പോൾ ആ കുടുംബത്തിലുള്ള എല്ലാവരും അല്ലേ, ഒത്തിരി പേര് കർത്താവിലായി. സത്യം പറഞ്ഞാൽ ഞങ്ങള് വീടൊക്കെ വിറ്റിട്ട് പോയപ്പോൾ ഞങ്ങളോട് ഒരു ലെറ്റർ വന്നാൽ ഞങ്ങളുടെ പറയുന്നത് ഞാൻ തെറ്റാണ്, ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ പറയായിരുന്നു അത് കീറി കളഞ്ഞേക്ക് പോസ്റ്റ്മാനോട്. അവരിപ്പോഴും ഞങ്ങളെ കാണും പറയും അവരൊക്കെ മരിച്ചു പോയെന്ന് തോന്നുന്നു, അവരൊന്നും ഒരു വിവരവും ഇല്ല. ഞങ്ങളുടെ വീടിന്റെയും എൻ്റെ ഓഫീസിന്റെയും ഒക്കെ അവിടെ വന്ന് ഇവർ പലപ്പോഴും പാത്ത് നോക്കുന്ന ഞങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ഈ അനുഗ്രഹം ഭയങ്കര അത്ഭുതമാണ് ഇവർക്ക്. കാരണം ഈ കണ്ണിന്റെ സൗഖ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ആ പോയ അതേ സ്ഥലത്ത് തന്നെ എന്നാ ഞങ്ങൾ വീട് വിറ്റേ 2 വർഷം കഴിഞ്ഞപ്പോൾ അതേ ദിവസം തന്നെ ഏറ്റവും പുതിയ വീട്ടിൽ ഞങ്ങൾ ആദ്യമായിട്ട് തന്നെ താമസിക്കും പുതിയ വീട് കർത്താവ് ഞങ്ങൾക്ക് തന്നു. വണ്ടികൾ ദേശത്ത് ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു, ദേശത്ത് സത്യമായിട്ടും. അപ്പം എന്നാ അതിനേക്കാളും വില കൂടിയ വാഹനങ്ങളൊക്കെ. അതിലുപരി ഏറ്റവും രസം ഇന്ന് ഇവരെല്ലാം ശുശ്രൂഷയുടെ മുമ്പിൽ നിൽക്കുക. അവർ കരുനാഗപ്പള്ളിയിലും കൊട്ടാരക്കരയിലും ഇന്ന് ഈ മീറ്റിങ്ങിനൊക്കെ വേണ്ടി അവർ ഓടി നടക്കുമ്പോൾ എല്ലാവരുടെയും ആഗ്രഹം അത്രേ ഉള്ളൂ, ഞങ്ങളെ വിടുവിച്ച യേശു അനേകരെ വിടുവിക്കണം. ഇന്ന് പൈസ കിട്ടി അല്ലെങ്കിൽ വീടുണ്ടായി എന്നൊന്നുമല്ല, ഇന്ന് ആത്മാക്കളെ നേടാൻ വേണ്ടി അല്ലേ ഒരു വ്യക്തിയും കൂടെ കർത്താവിന് വേണ്ടി ആകുക എന്ന ലക്ഷ്യത്തിൽ ഓടുക. കുരുടന്മാരുടെ കണ്ണുകൾ തുറക്കുന്ന യേശു 2000 വർഷം മുമ്പ് പാലസ്തീൻ നാട്ടിൽ വന്നിട്ട് പോകുകയല്ലായിരുന്നു. ആ യേശു ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് അത്ഭുത സൗഖ്യങ്ങളും വിടുതലുകളും നിങ്ങൾക്ക് തരും. കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടവർ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കണം. കേൾവിയായിരിക്കും, ആന്തരിക അവയവങ്ങൾക്ക് വിടുതലായിരിക്കും. യേശു ഇപ്പോൾ തന്നെ സൗഖ്യമാക്കും. യേശു സമീപയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച അത്ഭുത സാക്ഷ്യത്തിനായി സ്തോത്രം. ഇന്നും കർത്താവ് കാഴ്ചയില്ലാത്ത കണ്ണുകളെ അത്ഭുതകരമായി സൗഖ്യമാക്കുന്നല്ലോ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരെ ഓരോരുത്തരെയും നിൻ്റെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. യേശു ഞങ്ങളുടെ കരം വെക്കുന്നതിനായി സ്തോത്രം. അപൂർണമായും കാഴ്ചശക്തി നഷ്ടപ്പെട്ട വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഭാഗികമായി കാഴ്ചശക്തി പോയവർ, ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടവരൊക്കെ കേൾക്കുന്നല്ലോ. ഈ നിമിഷം കർത്താവെ, ഞങ്ങളുടെ ബ്രദർ ഉമ്മനെ സൗഖ്യമാക്കിയ അതേ കർത്താവ് ഇപ്പോൾ തന്നെ നിൻ്റെ മക്കളെ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. മറ്റു പല രോഗപ്രയാസങ്ങളാൽ, സാമ്പത്തിക പ്രശ്നങ്ങളിലൊക്കെ കേൾക്കുന്നവരെ കർത്താവ് വിടുവിക്കണമേ. കർത്താവിൻ്റെ കരം നീട്ടി വിടുവിച്ചതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. വലിയ വിടുതലുകൾ കർത്താവ് തന്നിട്ടുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. I bless you in Jesus' name. Amen.